ഫഹുവ ബില്ലാഹ്, അവൻ അല്ലാഹുവിനോടൊപ്പം, വലില്ലാഹ്, അല്ലാഹുവിന് വേണ്ടി, വമഅ അല്ലാഹ്, അല്ലാഹുവിന്റെ കൂടെ. ഇതങ്ങ് പറഞ്ഞപ്പോൾ ഹജ്ജിന് വന്ന മക്കായിലെ സദസ്സിൽ ഒരുമിച്ച് കൂടിയ എല്ലാ മശായിഖന്മാരായ പണ്ഡിതന്മാരും അവിടെ കൂട്ടക്കരച്ചിലാണുണ്ടായത്. സ്നേഹത്തിന് ഇത്ര മനോഹരമായൊരു നിർവചനം കൊച്ചുപ്രായത്തിൽ നൽകിയ ജുനൈദുൽ ബഗ്ദാദി റഹ്മത്തുള്ളാഹി അലൈഹി. ഇതിലൊന്നും ഇനി കൂട്ടാനില്ല. സ്നേഹം വായ കൊണ്ട് പറയലല്ല, അത് നിർവഹിച്ചു കാണിക്കലാണ്. സുബഹി നിസ്കരിക്കാത്ത ഒരാൾക്ക് അള്ളാഹുവിനോട് സ്നേഹമുണ്ടെന്ന് എങ്ങനെ പറയാൻ കഴിയും? നിസ്കാരം ഖളാഅക്കുന്ന ഒരാൾക്ക് അള്ളാഹുവിനെ ഇഷ്ടമുണ്ടെന്ന് എങ്ങനെ പറയാൻ കഴിയും? പറഞ്ഞ നേരത്ത് നമ്മൾ വന്നില്ലല്ലോ, അല്ലാഹ് പറഞ്ഞ നേരത്ത് നമ്മളത് നിർവഹിച്ചില്ലല്ലോ. സ്വന്തം മാതാപിതാക്കളോട് പിണങ്ങുന്ന മക്കൾക്ക് അള്ളാഹുവിനോട് സ്നേഹമുണ്ടെന്ന് എങ്ങനെ പറയാൻ കഴിയും? ഉമ്മയും വാപ്പയും സ്വഭാവങ്ങൾ മോശക്കാരായിക്കോട്ടെ, നിനക്കുണ്ടാവാലോ. പെർഫെക്റ്റ് മാതാപിതാക്കളൊന്നും ഉണ്ടാവില്ല. മാതാപിതാക്കളും ചിലപ്പോൾ അവരുടെ സ്വഭാവത്തിലൊക്കെ മോശമുണ്ടാവും. എന്നാലും എന്റെ ഉമ്മയാണ്, ഉപ്പയാണ്, അവരോട് നല്ല നിലക്ക് പെരുമാറാൻ അല്ലാഹ് പറഞ്ഞു, അല്ലേ? നിസ്കരിക്കാൻ പറഞ്ഞില്ലേ? ഉമ്മയും വാപ്പി നന്നായി നിസ്കരിച്ചാൽ മതി എന്നാണോ? അല്ല, അവരെന്തോ ആകട്ടെ, നമുക്ക് നിസ്കരിക്കണം. അതുപോലെ ഉമ്മയോട് വാപ്പയോട് നന്മ ചെയ്യണം. അവർ എങ്ങനെ ആയിക്കോട്ടെ, അവർ നമുക്ക് ഉമ്മയാണ്, ഉപ്പയാണ്. ഇങ്ങോട്ട് ദുൽമ ചെയ്യുന്ന ഉമ്മയും വാപ്പി ഉണ്ടാവും. സ്വന്തം മക്കളിൽ വേർതിരിക്കുന്ന ഉമ്മമാരുണ്ട്. ഒരു മോളെ വല്ലാത്ത ഇഷ്ടം, മോനെ തീരെ കണ്ടുകൂടാ. എന്താ ചെയ്യാ? ഒരു മോന്റെ കുട്ടിനെ തീരെ കണ്ടുകൂടാ, മോളെ കുട്ടിനെ വല്ലാത്ത സ്നേഹം, അല്ലെ തിരിച്ചും മറിച്ചും ഉണ്ടാവും. മോന്റെ കുട്ടിനെ മാത്രം മതി, മോളെ കുട്ടിനെ കണ്ടുകൂടാ. ഇങ്ങനെയൊന്നും ചെയ്യരുത് ഉമ്മാരെ. നിങ്ങളല്ലേ സ്നേഹം കൊടുക്കേണ്ടത്. ഉപ്പമാരെ, നിങ്ങളുടെ സ്നേഹം മക്കൾക്ക് കിട്ടിയാൽ മതി വരുമോ? എത്ര പ്രായമാണെങ്കിലും എന്റെ ഉമ്മയുടെ സ്നേഹം എനിക്ക് വേണം, എന്റെ മക്കളോട്, എന്റെ ഭാര്യയോട്, എന്നോട് എന്ന് ആഗ്രഹിക്കാത്തവരാരാ ഉള്ളത്? അതാരും പിശുക്കല്ലേ, വേർതിരിച്ച് കാണിക്കല്ലേ. അങ്ങനെയാണ് ഉമ്മമാരത് ചെയ്യരുത്, വേർതിരിച്ച് കാണിക്കരുത്. എല്ലാവരെയും ഒരു കണ്ണുകൊണ്ട് കാണണം. മക്കളെ, മക്കളോട് നന്മ ചെയ്യണം, നീതി ചെയ്യണമെന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വആലി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹളറത്തിലേക്ക് എത്തും. അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ, അവിടുത്തെ അല്ലാഹു സന്തോഷിപ്പിക്കട്ടെ.